വെളുത്ത ഹൃദയം സൂക്ഷിക്കുന്ന ഒരാളെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വെളുപ്പിനെ പല രീതിയിൽ പലതാക്കി പലരും മാറ്റാറുണ്ട്. വേറെ ആരുമല്ല കേട്ടോ, കുനാഫ തന്നെ. കുനാഫ ആക്ച്വലി ഒരു പാലസ്തീൻ ഡെസേർട്ടാണ്. ബ്രോസ്റ്റ് പരീക്ഷണത്തിൻ്റെ ക്ഷീണം മാറി തുടങ്ങിയപ്പോൾ കുറച്ച് സ്വീറ്റ് ആവാമെന്ന് ഞാനും വിചാരിച്ചു. ആദ്യം തന്നെ പഞ്ചസാര ലായനി ഉണ്ടാക്കുക. മധുരം ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം കൂട്ടാനാണ് ഇത്. അതിനുശേഷം നമുക്ക് ആ വെളുത്ത ഹൃദയം ഉണ്ടാക്കാം. പാലൊഴിക്കുക, അതിലേക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് അതിട്ട് കൊടുക്കുക. അതിനുശേഷം അതൊരു കട്ടയാവുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് തീ ഒന്ന് കുറച്ച് കൊടുത്ത് ക്രീമി ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വെള്ള ഹൃദയത്തെ ഒന്ന് ചെങ്കടലാക്കുന്നുണ്ട്, കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബൂസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. കുനാഫ ഡോവ് എടുക്കുക, അത് നന്നായിട്ട് നല്ല ഇഴ ചേർന്നിരിക്കുന്ന ആ നാരുകളിങ്ങനെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ബട്ടറോ നെയ്യോ ഉരുക്കി അതും ഒഴിച്ചു കൊടുക്കുക. എല്ലാം സെറ്റായ ശേഷം ഗ്യാസിലുണ്ടാക്കുന്നവർക്ക് ഒരു പാൻ എടുത്ത് അതിൽ ബട്ടർ തൂവി അതിലേക്ക് ആദ്യത്തെ ഒരു ലെവലിൽ കുനാഫയുടെ ഈ ഡോവ് വെച്ച് കുറച്ച് വെച്ച് അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ക്രീം തേച്ച് അതിന് മേലെ കുറച്ചും കൂടെ ഈ ഡോവ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് പാനിലാണെങ്കിൽ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിക്കുക. അടി വെന്ത ശേഷം ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. സിമ്പിൾ, കുനാഫ റെഡി. അതുപോലെ തന്നെ ഓവനിലോ എയർ ഫ്രയറിലോ ആണെങ്കിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 5 to 10 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് വേവിച്ച്, ഇതുപോലെ 10 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ആവുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് വയ്ക്കുക. ഓക്കെ, കുനാഫ റെഡി. അതിൻ്റെ മുകളിലേക്ക് പിസ്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞ് മുകളിലൂടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ അത് ക്രീമി ആയിരുന്നില്ല കേട്ടോ. ബൂസ്റ്റ് കേട്ടപ്പോൾ കുറച്ച് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു, ഒന്നും വീഡിയോയിലില്ല. അതിനുശേഷം ഒന്നുകൂടി ക്രീമി ആക്കിയിട്ട് പിന്നീട് ഞാൻ ഒഴിച്ചതാണിത്. എന്നിട്ടിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ഷുഗർ ഒഴിച്ച് ഇങ്ങനെ കഴിക്കാം. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജ് ഡേയ്സിലാണ് ഈ ഡിസേർട്ട് ഐറ്റംസ് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിന് ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഒരുത്തി ഇതിൻ്റെ മെയിൻ ആളാണ്. കേക്കായും കുനാഫയായും ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. എൻ്റെ കോളേജ് യാത്രയിൽ എൻ്റെ കണ്ണിൽ ആദ്യമായിട്ട് ഉടക്കിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു വലിയ ഫ്ലെക്സ്. വേറൊന്നിൻ്റെ അല്ല കേട്ടോ, അരുൺ ഐബാസ്. അതിലുള്ള ആ ഐസ്ക്രീമിൻ്റെ പിക്ചേഴ്സ് എപ്പോഴും കണ്ണിൽ ഉടക്കിക്കൊണ്ടിരിക്കും. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ കിട്ടിയ ഫ്രണ്ട്സും അങ്ങനെയായിരുന്നു. ഞങ്ങൾ കൊല്ലങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തപ്പോഴും ഞങ്ങൾ കൂടുതലും പറഞ്ഞത് അരുണിൻ്റെ പുതിയ പുതിയ ഫ്ലേവേഴ്സിനെ കുറിച്ച് മാത്രമാണ്. അതെന്താണെന്ന് അങ്ങനെ ചോദിച്ചാൽ ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മകളും അവശേഷിപ്പുകളും അരുണിലൂടെ ഞങ്ങൾ പറഞ്ഞു തീർത്തു, അത്രേ ഉള്ളൂ. നമ്മുടെ എയർ ഫ്രയറിൽ ആളിങ്ങോട്ട് സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ തന്നെ ഇതിൻ്റെ പെട്ടെന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ശൈലിയിൽ ഉണ്ടാക്കുക. വേറൊരാൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കാൻ നിന്നാലേ എനിക്ക് ബ്രോസ്റ്റിന് കിട്ടിയ പണി പോലെ നിങ്ങൾക്കും പണി കിട്ടും. അതുകൊണ്ട് എന്നെപ്പോലെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുൻപേ ട്രൈ ചെയ്തവരും ഇതിൽ എക്സ്പേർട്ടും ആയവരും ആണെങ്കിൽ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്തേക്ക്. നമ്മുടെ ഈ വർത്തമാനം കേട്ട് ചുമ്മാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ. പിന്നെ ഇങ്ങനെ വെളുത്ത ഹൃദയം സൂക്ഷിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇപ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ വെളുത്ത ഹൃദയത്തിൽ പലരും പല മായങ്ങളും ചേർത്ത് പലതും ആക്കി മാറ്റുന്നുണ്ടേ. വേറൊന്നുമല്ല, ഈ സാധനത്തിനെ പല ഫ്ലേവേഴ്സിലും ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ? എന്നോട് എൻ്റെ കെട്ടിയും ചോദിക്കാറുണ്ട്, എരിവുണ്ടെങ്കിലേ നിനക്ക് ഫുഡിന് ടേസ്റ്റ് തോന്നുള്ളൂ, എന്തേ എരിവില്ലാത്ത ഫുഡുകൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതിപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള ഫുഡ് വേണ്ടി വരും, മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്ര ഇഷ്ടമായിരിക്കും അല്ലേ?